ദുബായിൽ വന്നിട്ടാണ് വീക്ക് ഓഫിന്റെ മഹിമ ഞാൻ മനസ്സിലാക്കിയത്. വീക്ക് ഓഫ് ഒന്ന് അടിച്ചു പൊളിക്കാൻ നിൽക്കുമ്പോഴാണ് ഹലോ എന്ന് പറഞ്ഞ പീരിയഡ്സ് അങ്ങ് വന്നത്. ഒരു 3 hours ബാക്ക് പെയിൻ ഒക്കെ കഴിഞ്ഞാണ് എനിക്ക് പീരിയഡ്സ് സ്റ്റാർട്ട് ആയത്. പിന്നെ ഞാൻ ഫുഡ് അങ്ങ് ഓർഡർ ചെയ്തു. ലിജോ പറഞ്ഞു കുക്കിംഗ് ഒക്കെ രാത്രി ആവാന്ന്. ഓർഡർ ചെയ്തപ്പോ ഇത്രയും ഗംഭീര ഭക്ഷണം 9 dirhamsന് വീട്ടിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബാക്ക് പെയിൻ അങ്ങ് മറക്കാൻ വേണ്ടി കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആകാൻ ഞാൻ ഒരു പഴയ വിജയന്റെ സിനിമ ഇട്ടു, സച്ചിൻ. ഇറ്റ്സ് എൻ എവർഗ്രീൻ മൂവി. ഞാനിവിടെ ദുബായിലാണ്, പക്ഷെ എന്റെ മനസ്സങ്ങ് ഇന്ത്യയിലാ. അപ്പോൾ അവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ വീഡിയോസ് ഒക്കെ വീട്ടിൽ നിന്ന് എല്ലാവരും എനിക്ക് അയക്കുന്നുണ്ടായിരുന്നു. സ്റ്റീ ആയിരുന്നു അവളുടെ സ്കൂളിലെ MC-യും മെയിൻ താരവും ഒക്കെ. ആൻഡ് ഇറ്റ് മേക്സ് മീ ഫീൽ പ്രൗഡ്. എങ്ങനെയാണ് ഞാൻ ഈ ഒരു ഡേ ഉന്തിത്തള്ളി കളഞ്ഞതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ലിജോ വരുന്ന വഴിക്ക് തന്നെ എന്റെ ഫേവറേറ്റ് ഡാർക്ക് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നു. കൂടെ തന്നെ വന്ന ഉടനെ അവക്കാഡോ അങ്ങ് പേസ്റ്റ് ആക്കി ബ്രെഡെ പരട്ടി കഴിക്കാന്നങ്ങ് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി കിച്ചണിൽ കയറി 2 തരം തോരനൊക്കെ വെച്ച് കുക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ലിജോ പറയുന്നത്, എന്നാ പിന്നെ നമുക്ക് റൊട്ടിയും കീമയും കഴിക്കാൻ പോവാം. പിന്നെ ഞാനങ്ങ് നിൽക്കുവോ? ഐ മേഡ് ബെസ്റ്റ് യൂസ് ഓഫ് ദ ഫ്രീഡം. താഴെ തന്നെ പാക് ദർബാറിൽ പോയി റൊട്ടിയും കീമയും അങ്ങ് കഴിച്ച് ആൻഡ് ഐ എൻഡഡ് ദ. വീട്ടിൽ വന്നതിന് ശേഷം ഒരു ക്ലൈമാക്സ് ഗുഡ് നൈറ്റ് പറയാനുള്ള നേരം എനിക്ക് കിട്ടിയില്ല. അപ്പൊ പാക് ദർബാറിൽ കൈ കഴുകാൻ പോയപ്പോൾ ഒരു നല്ലൊരു മിറർ. പക്ഷെ എന്റെ മുടി ഇങ്ങനെ എന്താണോ തൂങ്ങി കിടക്കുന്നത്. ഹുഫ്, ഒക്കെ പീരിയഡ്സിന്റെ